നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ അവൻ എന്നുള്ളത് നമുക്കറിയാം, ഹി എന്നാണ് ഉപയോഗിക്കുക. നിങ്ങൾ എന്നുള്ളത് യു എന്നാണ് ഉപയോഗിക്കുക. അവർ എന്നുള്ളത് ദേ എന്നാണ് ഉപയോഗിക്കുക. പക്ഷേ നമുക്ക് അവരെ, അവനെ, അവളെ എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ എന്താണ് ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് നമുക്ക് പഠിച്ചു വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും കാര്യങ്ങൾ. ഐ ടോൾഡ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞു. ഹെർ, ഷീ എന്നുള്ളത് ഹെർ എന്നാവുന്നു. ഹി എന്നുള്ളത് ഹിം, അവനോട് എന്നാവുന്നു. ദേ ടോൾഡ് അസ്, അവർ നമ്മോട് പറഞ്ഞു. വി എന്നുള്ളിടത്ത് അസ് എന്നായി മാറും, നമ്മോട് എന്നുള്ളത്. അതുപോലെ ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. അവിടെ ദേ എന്നുള്ളത് ദം എന്നാവുന്നു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഐ ടോൾഡ് ദേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ഐ ടോൾഡ് ദേ, ആ ദേ ദം എന്നാക്കിയാൽ അവരോട് എന്ന് കറക്റ്റായി. അപ്പോൾ കേൾക്കുന്ന ആൾക്കും പറയുന്ന നമുക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. അപ്പോൾ വി എന്നുള്ളതിന് അസ്, നമ്മളോട്. ദേ എന്നുള്ളത് ദം, അവരോട്. ഐ എന്നാണെങ്കിൽ എന്നോട് എന്നുള്ളതിന് ഹി ടോൾഡ് ഐ എന്നല്ല, ഹി ടോൾഡ് മീ. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഐ എന്നുള്ളത് മീ എന്നായിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും കൂടെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ പോളിഷ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സംഗതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ പറയുമ്പോൾ അവനോട്, അവരോട്, അവളോട്, അവനോട്, ഞങ്ങളോട്, ഇതൊക്കെ എങ്ങനെയാണ് പറയുക, എന്നോട്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം. അത് ഇടയ്ക്ക് നമ്മൾ ഓർത്ത് നോക്കുക. ഇത് സ്വന്തമായിട്ട് മനസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.